പെറ്റ് ലവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചെറിയ ഫാമിനെ കുറിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗോപു. അപ്പോൾ ഇവൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ആഴ്ചയിൽ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അവൻ്റെ ഫാമിലേക്ക് പോവാം. എന്നാൽ പോലെ ഗോപു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് കോഴിയിലേക്കാണ്. ഇതാണ് അവൻ്റെ കോഴിക്കോടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴികളെ പരിചയപ്പെടാം. അപ്പോൾ ഓരോ കോഴികളെ നമുക്ക് പരിചയപ്പെടാം. ഇത് 60 കോഴിയാണ്. ഇത് 60 കോഴിയാണ്. 60 കോഴികളാണ്. ഇത് അതിൻ്റെ കുട്ടികളാണ്. ഓക്കെ, ഒരു ചേവലും പെട്ടന് അത് ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് ആ കോഴി. പിന്നെ ഇത് 90 കോഴിയാണ്. ഇവരിനെ അങ്ങനെ പുറത്തേക്ക് വിടാറില്ല. ഇവര് ഇത്തിരി വളവിൻ്റെ ആൾക്കാരാണ്. അത് കാരണം പുറത്തേക്ക് അങ്ങനെ വിടാറില്ല. വിടും, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വിടുള്ളൂ. ബാക്കിയുള്ള ദിവസം എല്ലാ കോഴികളെ പോലെ വിടാറില്ല. അപ്പോൾ ഈ കൂട്ടിലൊക്കെ കോഴികളുണ്ടോ? അവരൊക്കെ പുറത്ത് പോയിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കോഴികളെയൊക്കെ അവൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം ഇവിടെ ഏകദേശം എത്ര കോഴികളുണ്ടാവും? 10-15 ഉണ്ടാവും. അപ്പോൾ 10-15 കോഴികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരിൽ നിന്നും ഏകദേശം ദിവസം എത്ര മുട്ട കിട്ടാറുണ്ട്? 13 അങ്ങനെ റേഞ്ചിലാണ്. അങ്ങനെ ഒരുമിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നാടൻ കോഴിയാകുമ്പോൾ പൊരിങ്ങലും ചില കോഴികൾ ഇടാറില്ല ചില ദിവസം. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 13 ആ റേഞ്ചിലാണ് മുട്ട കിട്ടാറെന്ന് പറയും. ഇപ്പോൾ നാടൻ കോഴിയായിട്ട് മാറ്റം വരാറുണ്ട്. പൊരിങ്ങും ഇതൊക്കെ ചെയ്യുമ്പോൾ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഇനി അടുത്ത അവൻ്റെ ചെയ്യുന്നത് മുകളിലാണ്, ടെറസിൻ്റെ മുകളിലാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോയാലോ? അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇവൻ്റെ അടുത്തത്. അവിടെ ഇങ്ങനെ കുറച്ച് മൊയിലുകൾ അവരെന്നൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവൻ്റെ ഷെഡ്. ചെറിയ രീതിക്കാണ് ഇപ്പോൾ അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ മൊയിലുകൾ. അപ്പോൾ ഇത് ഏത് ഇനം മൊയിലാണ്? വൈജൈൻ്റ് ആണ്, ബ്രോയൽ ഇനത്തിൽ പെട്ടതാണ്. ഓക്കെ, പിന്നെ ഇതിനിപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇതിനിപ്പോൾ 5 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് പ്രസവിച്ചതും ചത്തു. ഓക്കെ, പിന്നെ ഇപ്പോൾ 4 ഉണ്ട്. ഇത് ഗ്രേജൈൻറ്റിന് വെച്ച് ക്രോസ് ചെയ്യിപ്പിച്ച കാരണമാണ് ഇത് മാത്രം കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഗ്രേജൈൻറ്റിൻ്റെ കളറാണ് ഇവിടെ ഷേഡ് വന്നു. സംഭവം അതാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര ദിവസമായി? ഇതിപ്പോൾ 20 ദിവസമായിട്ടുള്ളൂ. 20 ദിവസം പ്രായമുള്ള കുട്ടികളാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഇത്ര വലിപ്പമാവും. ഇതിപ്പോൾ 1 മാസം കൊണ്ട് തള്ളൻ്റെ വലിപ്പം വരും എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പോൾ അതിൻ്റെ തള്ള. ഇതിപ്പോൾ എത്രാമത്തെ പ്രസവമാണ്? ഇതിപ്പോൾ 2ാമത്തെ പ്രസവമാണ്. ഫസ്റ്റത്തെ പ്രസവത്തിൽ 8 കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ കൊടുത്തോ? അവരൊക്കെ സെയിലിംഗ് ആയി. അപ്പോൾ പിന്നെ ഇതാ വേറെ ക്രോസുകളാണ്, ക്രോസ് മൊയിലാണ്. വേറെ 2-3 മൊയിലുകൾ വേറെ ഉണ്ട്. ഇതാ ഒരു റെഡ് കളറുള്ള മൊയിൽ ഇതാ ഒരു കൂട്ടിൽ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ വൈകിട്ടാണ് പുറത്തേക്ക് ഇറക്കാറുള്ളൂ. അവിടെ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലായിട്ട് ടെറസിൻ്റെ മുകളിൽ വിടുന്ന രീതിക്കാണ്. ഇത് ക്യൂട്ടായിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടാവും, തൊപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാ നല്ല എന്താ ഫുള്ള് വൈറ്റ് റെഡ് കണ്ണാണ് വരുന്നത് അല്ലേ? കണ്ണ് ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കണ്ണാണ് വരിക. മറ്റേ ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് ഔട്ടാണ്. ഓക്കെ, നമുക്ക് ഈ മൊയിലുകളുടെ വിശേഷം നമ്മളിതായി. ഇനി അടുത്തത് ക്രോസ് മൊയിലുകളാണ്. ക്രോസ് ആണ്. ഇത് കുട്ടികളാണ്. ഇപ്പം 4 മാസമായി. വലുതുകളുണ്ടായിരുന്നു, കൊടുത്തു. അപ്പം ഇനി ഇതും വിപുലീകരിക്കാൻ തീരുമാനമുണ്ട്. ഇപ്പം അവർ 3 ആൾ നിർത്തിയത് പറഞ്ഞാൽ അവരിന് ഇഷ്ടമുള്ള കാരണം നിർത്തിയതാണ്. ഇനി അവര് 1 മാസം കൂടി കഴിഞ്ഞാൽ ക്രോസിങ് ആയി. അപ്പൊ ഒക്കെ നല്ല പക്ക ബ്രീഡിനെ ചെയ്യാനുള്ള നല്ല ഏജന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ടില്ല, കൊറോണ കാരണം എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഫുൾ
ബ്രോയിലർ തന്നെ ആവും. ബ്രോയിലാവും. പിന്നെ കൂടുതലും ഞാൻ വിപുലീകരിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഈ ഷെഡിന്റെ ഉള്ളില് പ്രാവായിരുന്നു. പ്രാവിനെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് അതിന് പകരം മൊയൽ കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ പ്രാവും കൂടായിരുന്നോ? ഇതൊക്കെ ഫുൾ പ്രാവായിരുന്നു. ഇതിന്റെ ഉള്ളില് എല്ലാതരം ഫാൻസി പ്രാവുകളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ അത് കൊടുത്തിട്ട് ഇപ്പൊ മൊയൽ കൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനിയും പ്രാവ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് ലെവലായതിനു ശേഷമാണ് ചെയ്യുള്ളൂ. ഒരു ചെറിയ ഷെഡ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യണം. ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അതന്നെ. അപ്പൊ ഇവരുടെ ഫുഡൊക്കെ എങ്ങനെയാ വരുന്നത്? ഫുഡ് ഞാനിപ്പോ രാവിലെ നേരം 6:30 മുരിങ്ങിന്റെ ഇല കൊടുക്കും. ഒരു പിടി മുരിങ്ങിന്റെ ഇല കൊടുക്കും. മുരിങ്ങിന്റെ ഇല, കനക്കൂർക്കന്റെ ഇല, പിന്നെ തുളസിന്റെ ഇല, മരുന്നുകളായ കാരണം. പിന്നെ പ്രസവിച്ച മുയലിനാണ് കൂടുതൽ മുരിങ്ങിന്റെ ഇല കൊടുക്കാറുള്ളത്. എന്താ വെച്ചാൽ പാലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോൾ കൈത്തീറ്റയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താറ്? അതിൽ ഞാൻ കടലപ്പിണ്ണാക്ക്, തേങ്ങപ്പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, പിന്നെ ചോളപ്പൊടി, ചോളത്തോട് അങ്ങനെ കൊടുക്കാറ്. പിന്നെ റാബിറ്റ് പെല്ലറ്റ് എല്ലാം കൂടി കുഴച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഇല വെച്ചു. എല്ലാ നേരം ഇലയും ഞാൻ കൊടുക്കാറുണ്ട്. 2 നേരമാണ് കൊടുക്കുന്നത്. 2 നേരം കൊടുക്കാറുള്ളൂ. രാവിലെ കൈത്തീറ്റയും വൈകിട്ട് പുല്ലും. അങ്ങനെ കോഴികളൊക്കെ എങ്ങനെ? കോഴികൾ സ്റ്റാർട്ടർ, ഫിനിഷർ, ഗോതമ്പ്, അരി ഒക്കെ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. മിക്സഡ് ആക്കിയിട്ടാണ് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ കോഴികൾക്കാണെങ്കിൽ വൈകിട്ട് ഈ ഇലകൾ കട്ട് ചെയ്തിട്ട് പപ്പായൻ്റെ ഇല, മുരിങ്ങിന്റെ ഇല വിടാത്ത കോഴികൾക്കാണ്. എല്ലാ കോഴികൾക്കും എല്ലാവർക്കും അരിഞ്ഞു വെച്ച് കൊടുക്കുക. പപ്പായന്റെ ഇല, പിന്നെ മുരിങ്ങിന്റെ ഇല, പിന്നെ അത്യാവശ്യം സാധനങ്ങൾ ഇലകളൊക്കെ അവർ നമുക്കറിയാലോ, നീളംപുല്ലി അരിഞ്ഞിട്ട് ഒന്നിച്ച് എല്ലാം കൂടി അരിഞ്ഞിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒറ്റ വയ്ക്കല് അവര് തിന്നും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ചെറിയ ഫാം. ഇപ്പോൾ ഇതിലാണ് ഇപ്പൊ വിപുലീകരിക്കേണ്ടതെന്ന് പറഞ്ഞത് ടെറസിന്റെ മുകളിൽ. ഞാൻ ഇവിടെ ചെറിയൊരു ഷെഡാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിചാരിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ അടുത്ത് തന്നെ നടത്തണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇവിടെയാണ്. അപ്പോൾ ടെറസിന്റെ മുകളിൽ അവൻ നല്ല രീതിക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് തൽക്കാലം പ്രാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്രാവിന് ഫുള്ളും കൊടുത്ത സ്ഥിതിക്ക് മൊയൽ കൃഷിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ്. മൊയലും സെറ്റ് ചെയ്യുന്നുണ്ട്, പ്രാവിനും സെറ്റ് ചെയ്യും മെല്ലെ ക്രമം. ഒക്കെ നല്ല രീതിക്ക് കച്ചവടങ്ങളൊക്കെ വേഗം സെയിലായി പോകുന്നുണ്ടോ? സാധനങ്ങൾ ഒന്നും സെയിലാവാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കോഴിയായാലും കൊടുക്കായ്മയല്ലോ. ഇപ്പൊ ഈ കുട്ടികൾക്ക് എല്ലാത്തിനും ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് 1 മാസം പ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാരും 1 മാസം പ്രായത്തിലാണ് കുട്ടികളെ ഞാൻ 1 മാസം പ്രായമായി കഴിഞ്ഞാലാണ് എല്ലാം കൊടുക്കുക. ഓരോ മുയലിനെ ക്രോസ് ചെയ്യിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ക്രോസ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില മുയലിന് ഇപ്പോൾ ഓരോരോ നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ വൈജാൻറ്റിന് തന്നെ ജിഗിരാജൻറ്റ് വെച്ചിട്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എത്ര മാസം കൂടുമ്പോഴാണ്? ഞാൻ 1.5 മാസം. കുട്ടികൾ 1 മാസം തള്ളേൻ്റെ ഒപ്പം കിടന്നാലും പിന്നെ ഒരു 1/2 മാസം വിട്ടു കൊടുക്കും. തള്ള ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തിട്ട്. അതന്നെ. അപ്പോൾ അവർ ഞങ്ങളുടെ ഒപ്പം ഇതാക്കും. പിന്നെ അവരങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നമ്മളങ്ങനെ 1.5 മാസം കൂടുമ്പോഴാണ് ക്രോസ് ചെയ്യിപ്പിക്കാറ്. 1 മാസം കുട്ടികളെ ഒരുമിച്ചിട്ടും 1/2 മാസം വേറെ തള്ളേനെ സെപ്പറേറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ചെറിയൊരു ഫാം. അപ്പോൾ ഇനിയും വിപുലീകരിക്കുന്നതാണ് അവൻ പറയുന്നത്. വിപുലീകരിച്ചിട്ട് നല്ലൊരു വീഡിയോ അടുത്ത് തന്നെ നമുക്ക് ഉണ്ടാവും അല്ലേ ഗോപു? അടുത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.